ഇപ്പോൾ പല ആൾക്കാരുടെയും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ നോക്കിയാൽ ഇതുപോലെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫോണ്ടിൽ എഴുതിയതൊക്കെ കാണാൻ പറ്റും. അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സിമ്പിളായിട്ടുള്ള ഒരു ട്രിക്കാണ് ഇത്, പലർക്കും അറിയാവുന്നതായിരിക്കും. എന്നാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ അതാണ് പറയാൻ പോകുന്നത്. അപ്പം അതിന് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഗൂഗിളിൽ പോയിട്ട് സ്റ്റൈലിഷ് ഫോണ്ട് എന്ന് സെർച്ച് ചെയ്യുക. സ്റ്റൈലിഷ് ഫോണ്ട് എന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് കുറേ റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടും. അതിൽ ഏതെങ്കിലും ഒരു റിസൾട്ട് ഓപ്പൺ ചെയ്യുക. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഈ ഒരു റിസൾട്ട് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് ആ ഒരു കാര്യം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പം എനിക്ക് എൻ്റെ ചാനലിൻ്റെ പേരാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്തു. അത് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് കുറേ ഡിസൈനിലുള്ള കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റും. അപ്പം ഇതിൽ നമുക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് എന്ന് വെച്ചാൽ അത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ ഈ ഒരു ഡിസൈനാണ് സെലക്ട് ചെയ്തത്. അപ്പം ഇത് കോപ്പി ചെയ്യാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ തന്നെ അത് കോപ്പി ആവുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇൻസ്റ്റാഗ്രാമിലോട്ട് വീണ്ടും വരിക. എന്നിട്ട് എഡിറ്റ് പ്രൊഫൈൽ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങളുടെ പേര് ഒഴിവാക്കുക. അപ്പോൾ സാധാരണ ഫോണ്ടിൽ എഴുതിയത് ഒഴിവാക്കുക. അതിനുശേഷം നമ്മൾ എന്താണോ കോപ്പി ചെയ്തത് അത് പേസ്റ്റ് ചെയ്യുക. ഇവിടെ ലോങ് പ്രസ് ചെയ്താൽ പേസ്റ്റ് ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ അവിടുന്ന് കോപ്പി ചെയ്ത സാധനം ഇവിടെ പേസ്റ്റ് ആവുന്നതായിരിക്കും. അതിനുശേഷം ഇവിടെ മുകളിൽ ഒരു ടിക്ക് ബട്ടൺ കാണാൻ പറ്റും, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ഈ ഒരു ടിക്ക് ബട്ടൺ കൊടുക്കുക. അപ്പം ഇത് സേവ് ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫോണ്ടിൽ ഇൻസ്റ്റാഗ്രാമിൽ എഴുതാവുന്നതാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.